ഇന്നത്തെ വചനം പറയണമെന്നുണ്ടല്ല, ഒന്നാമത് നിങ്ങൾ സഭയായി സമ്മേളിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു, അതാണ് പറയണത്. പക്ഷെ ഞാൻ പറയണത് ഭിന്നിപ്പിനെ കുറിച്ചല്ല. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ പറയുന്ന ഒരു വചനം കൂടെയുണ്ട്, ഞാനത് ഭാഗികമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പം കേൾക്കണ കാര്യം ഭാഗികമായി വിശ്വസിക്കുന്ന പൗലോസ്ലീഹായാണ് ഇന്നത്തെ വചനത്തിൻ്റെ സന്ദേശം. കേൾക്കണ കാര്യങ്ങൾ ഭാഗികമായി വിശ്വസിക്കുകയും ഞാൻ കേൾക്കണ കാര്യത്തിൻ്റെ അപ്പുറത്തെ വശത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കൂടി അതിനകത്തുണ്ടാവുമെന്നുകൂടെ ചിന്തിക്കാനും പറ്റുക. അപ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടു കൂടി മനസ്സിലാക്കുക. കേൾക്കണ കാര്യങ്ങൾ അതേപടി വിശ്വസിക്കുന്നവരാകാനുള്ളവരല്ല നമ്മൾ. കേൾക്കുന്ന കാര്യങ്ങൾ ഭാഗികമായി വിശ്വസിക്കണം. അതിൻ്റെ അപ്പുറത്തെ ഭാഗം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കണം. അത് വാർത്താമാധ്യമങ്ങളിലൂടെ കിട്ടണ വാർത്തയായാലും സോഷ്യൽ മീഡിയയിലൂടെ കിട്ടണ വാർത്തയായാലും ഇനി നമ്മുടെ ചെവിയിൽ വന്ന ആരെങ്കിലും പറയണ കാര്യങ്ങളായാലും എന്തായാലും ഭാഗികമായി വിശ്വസിക്കണം. അതിൻ്റെ അപ്പുറത്തെ ഭാഗം അന്വേഷിക്കുകയും വേണം. അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.